സിനിമ എന്താ നമ്മളൊരു 20 വർഷം മുമ്പേ കുട്ടിക്കാലത്ത് കാണുന്ന ഒരു സാധനം തന്നെ കുറച്ച് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മളൊക്കെ കുറേ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ. 400 crores എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് എല്ലാവരുടെയും നികുതി പണം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് വെങ്കട് പ്രഭു സാറ് മങ്കാത്ത പോലെയൊക്കെ ഉള്ള നല്ല സക്സസ് പടങ്ങൾ എടുത്ത ആൾ തന്നെയാണ്. അപ്പം എന്ത് പറ്റിയെന്നുള്ളത് അവരുടെ ടീം തന്നെ നിശ്ചയിക്കട്ടെ. അദ്ദേഹം ഒന്നാമത് പൊളിറ്റിക്സിലേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ലാസ്റ്റായിട്ട് വരുന്ന കുറേ പടങ്ങളാണ്. അപ്പം നമ്മൾ പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും. വിജയ് സാർ ആസ് യൂഷ്വൽ അദ്ദേഹം പിന്നെ ടാലൻറ്റഡ് ആണ്, ഒന്നും പറയാനില്ല. ഓക്കെ, പക്ഷേ നമ്മൾ ഇത്ര ഒരു സിനിമയിൽ നിന്ന് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും, അതില്ല. പിന്നെ യുവാൻ ശങ്കറിൻ്റെ ഒരു മ്യൂസിക് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത നമ്മളുടെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവും. അങ്ങനത്തെ ഒരു മ്യൂസിക്കോ ഒരു ബിൽഡപ്പോ ഒരു സാധനം പോലും നമ്മൾക്ക് സാധാരണ ഒരു ഫൈറ്റിൽ ഉണ്ടാവുന്ന സൗണ്ട് എഫക്ട്സല്ലേ ഉള്ളൂ. ഒരു എഫക്ട്സിൽ പോലും മ്യൂസിക്കിലോ ഒന്നും എനിക്ക് എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, തമിഴ് സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.